ഹായ് മക്കളെ, നിങ്ങളിപ്പോൾ എല്ലാവരും 10th പബ്ലിക് എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ നിങ്ങൾ പലപ്പോഴും കേട്ടൊരു ചോദ്യമാണ്, ഭാവിയിൽ നമുക്ക് എന്താവണം എന്നുള്ള ചോദ്യം അല്ലേ. അപ്പോൾ പല കുട്ടികളും പറയുന്ന രണ്ട് കാര്യങ്ങളാണ്, എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് എഞ്ചിനീയർ ആവണം എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ചില കുട്ടികളെങ്കിലും എന്ത് പറഞ്ഞിട്ടുണ്ടാകും, എനിക്ക് സയൻറ്റിസ്റ്റ് ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആക്ച്വലി അവർക്ക് ആ സയൻറ്റിസ്റ്റ് ആവാൻ എന്തൊക്കെ ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലെങ്കിൽ പോലും ഒരു എയിം ഉണ്ടാവും, ഒരു സയൻറ്റിസ്റ്റ് ആവണമെന്ന്. അപ്പോൾ സയൻറ്റിസ്റ്റ് ആവാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ആക്ച്വലി ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ 10th എക്സാം എഴുതും, അതിനുശേഷം നിങ്ങൾ +1 +2 എന്ത് ചെയ്യും, പഠിക്കും. അപ്പോൾ +1 +2 നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, സയൻസ് സ്ട്രീം എടുക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സോ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടിരിക്കണം. അങ്ങനെ നിങ്ങൾ +1 +2 പഠിക്കുന്നു, സയൻസ് സ്ട്രീം എടുക്കുന്നു. അതിനുശേഷം ഒരു IAT എന്നൊരു എക്സാം ഉണ്ട്, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും. ഈ IAT എക്സാം ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് പോകാനുള്ള മൂന്ന് ടൈപ്പ് കോളേജാണ്. ഒന്ന് ഐസർ, മറ്റൊന്ന് IISc, മറ്റൊന്ന് നൈസർ. ഈ 3 കോളേജുകളും ആക്ച്വലി സയൻസിൽ നല്ല പാഷനേറ്റ് ആയിട്ടുള്ള, സയൻസിൽ റിസർച്ചൊക്കെ ചെയ്യാൻ, അതായത് ഭാവിയിൽ സയൻറ്റിസ്റ്റ് ആവാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് പറ്റിയ 3 കോളേജുകളാണ് ഞാൻ പറഞ്ഞത്. ഐസർ, പിന്നെ നൈസർ, അതേപോലെ IISc. നമ്മളിന്ന് ഐസറിനെ കുറിച്ച് എന്ത് പറയാം. ആദ്യം ഐസറിൻ്റെ ഫുൾ ഫോം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അതാണ് ഐസറിൻ്റെ ഫുൾ ഫോം. ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഈ എക്സാം എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അപ്പം എക്സാമിന് വേണ്ട കാര്യങ്ങൾ എന്താ, നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരിക, ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ 15 ക്വസ്റ്റ്യൻ വീതം ഫിസിക്സിൽ നിന്ന്, അതേപോലെ കെമിസ്ട്രി, അതേപോലെ മാത്സ്, അതേപോലെ ബയോളജി. ഈ 4 ഭാഗത്തു നിന്നാണ് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ എന്ത് ചെയ്യുക വരിക. അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ട് ഓഫിനേക്കാളൊക്കെ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ 3 കോളേജുകളിലോട്ട് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. അപ്പം ഐസറിൽ ആക്ച്വലി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് 5 കൊല്ലത്തെ ഇൻറ്റിഗ്രേറ്റഡ് PG ആണ് ആക്ച്വലി. അതവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം 2 കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിൻ്റെ UG കംപ്ലീറ്റ് ചെയ്ത് പഠിക്കും. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ 2 വർഷം പഠിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, നമുക്ക് ഫിസിക്സ് ആണോ താല്പര്യം, കെമിസ്ട്രി ആണോ താല്പര്യം, അല്ലെങ്കിൽ ബയോളജി ആണോ താല്പര്യം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും, അല്ലെങ്കിൽ മാത്സ്. അപ്പം ഞാൻ ആക്ച്വലി ഐസറിൽ പഠിച്ച ഒരാളാണ്. ഞാൻ 2 വർഷം പഠിച്ചതിന് ശേഷം എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വന്ന ഫീൽഡ് കെമിസ്ട്രി. അതുകൊണ്ട് ഞാൻ 3ാമത്തെ വർഷം തൊട്ടിട്ട് എന്ത് ചെയ്തു, കെമിസ്ട്രി ചൂസ് ചെയ്തു. അതേപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ടോപ്പിക് ഏതാണോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 വർഷത്തിന് ശേഷം എന്ത് ചെയ്യാം, മേജറായിട്ട് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അങ്ങനെ 4 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കൊല്ലം ആക്ച്വലി എന്താണ്, പ്രൊജക്റ്റാണ് ഉണ്ടാവുക. അതാണ് 5 കൊല്ലത്തെ പ്ലാൻ. ഈ ഐസറിൽ പഠിച്ച കുട്ടികൾക്ക് ഭാവിയിൽ എന്താകാം എന്ന് ചോദിക്കുകയാണെങ്കിൽ, കുറേ സ്ട്രീമിലൂടെ അവർക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതിൽ ഏറ്റവും മെയിൻ 70 അല്ലെങ്കിൽ 80% കുട്ടികളും ചെയ്യാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ PhDക്ക് അപ്ലൈ ചെയ്യുക. അതായത് സയൻസിൽ റിസർച്ച് ചെയ്യാൻ പോവുകയാണ് ചെയ്യുക. അപ്പം റിസർച്ചൊക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് വീണ്ടും പഠിക്കലല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് ചോദിക്കുകയാണെങ്കിൽ, അത്യാവശ്യം നല്ല സ്റ്റൈപ്പൻഡോടെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിലും അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പുറത്ത് യൂണിവേഴ്സിറ്റീസിലും എന്ത് ചെയ്യാം, പഠിക്കാം. മിക്ക കുട്ടികളും ചൂസ് ചെയ്യാറുള്ളത് പുറത്തുള്ള ഫോറിൻ കൺട്രീസിലുള്ള PhD ഡിഗ്രിയാണ് എന്ത് ചെയ്യാറുള്ളത്, ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് 80% കുട്ടികളും മെയിനായിട്ടും PhD ലെവലിൽ പോവുകയാണ് ചെയ്യുക. അത് ബാക്കിയുള്ളൊരു 10 to 15% കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, ടീച്ചിങ്ങിലോട്ട് എന്ത് ചെയ്യാറുണ്ട്, ഡീവിയേറ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി കുറേ കരിയർ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് റിസർച്ചാണ് മെയിൻ, അടുത്ത പിന്നെ ടീച്ചിങ്ങിലോട്ട് പോകാം. പിന്നെ കെമിസ്ട്രി ഒക്കെ പഠിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഇൻഡസ്ട്രീസിൽ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, ഡ്രഗിൻ്റെ ഇൻഡസ്ട്രീസിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്ച്വലി ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് എന്തുണ്ട് നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ ചില കുട്ടികൾക്കൊരു ഡൗട്ടാണ്, അതായത് നമ്മുടെ നാട്ടിലുള്ള ഡിഗ്രി കോളേജിൽ നമുക്ക് അഡ്മിഷൻ എടുത്താൽ പോരെ, എന്തിന് ഐസറിലോട്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ IIT നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മൾ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഇന്ത്യയിലുള്ള ഏറ്റവും ബെസ്റ്റ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെന്ത്, IIT-കൾ. അതേപോലെ തന്നെ തിയററ്റിക്കൽ സയൻസിൽ ഇന്ത്യയിലുള്ള ഏറ്റവും ബെസ്റ്റ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ത്, ഐസർ, അതേപോലെ നൈസർ ആൻഡ് IISc. അപ്പോൾ നാട്ടിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സാധാ ഒരു കോളേജിൽ പഠിക്കുന്നതും അതേപോലെ ഐസറിൽ നിങ്ങൾ PGയും UG ഒക്കെ എടുക്കുന്നതും തമ്മിൽ അത്യാവശ്യം നല്ല പോലെ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തൊരു ഇൻ്റർവ്യൂ പോവുകയാണെങ്കിലും ആദ്യം നമ്മൾ എന്താ ചെയ്യുക, എവിടെ പഠിച്ചതെന്നാണ് അവർ ചോദിക്കുക. അതുകൊണ്ട് നമ്മുടെ CV-യിലൊക്കെ പഠിച്ചത് UGയും PGയും പഠിച്ചതൊക്കെ ഐസറിലാണ്, നൈസറിലാണെന്നൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ജോബും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ആദ്യം നിങ്ങൾ ഇപ്പം 10th-ലാണെന്നറിയാം. 10th-ന് ശേഷം അത്യാവശ്യം +1 +2 നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. കാരണം +1 +2 സിലബസാണ് NCERT-യിലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. അത് NCERT ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരിക. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, ഈ +1 +2 നല്ലപോലെ വൃത്തിയായിട്ട് പഠിച്ചൊരു കുട്ടികൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ സൈറ്റിൽ പോയാൽ ആക്ച്വലി PYQ ക്വസ്റ്റ്യൻസ് എന്താണ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ.
പ്രോപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, +1 +2 സയൻസ് സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഏതൊരു കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഒരു എക്സാം എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ആക്ച്വലി നീറ്റ് എക്സാമിനേക്കാളും സ്റ്റാൻഡേർഡ് കുറച്ച് കൂടുതലായിരിക്കും. 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓരോ സബ്ജക്റ്റിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും ഉണ്ടാവുക. ചില കുട്ടികൾ മാത്സിൽ ചിലപ്പോൾ വീക്കായിരിക്കും. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നല്ല പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ മാത്സിൽ വീക്കായിരിക്കും. അപ്പോൾ മാത്സിൽ വീക്കാണെങ്കിലും ബാക്കി 3 സബ്ജക്റ്റ് നല്ല അടിപൊളിയായിട്ട് സ്ട്രോങ് ആണെങ്കിൽ മാത്സിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാലും പ്രശ്നമല്ല. ചില കുട്ടികൾ ബയോളജിയിൽ വീക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നല്ല പോലെ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ബയോളജിയിൽ വീക്കാണെങ്കിലും പ്രശ്നമല്ല. അപ്പോൾ ഏകദേശം കട്ട് ഓഫ് ഒക്കെ വരുന്നത് ഒരു 240 സ്കോർ ഉണ്ടാവുക. 60 ക്വസ്റ്റ്യൻ ആണ്. ഓരോ ക്വസ്റ്റിനും 4 മാർക്കും വീതം ഉണ്ടാവുക. നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. അപ്പോൾ 240 ഉണ്ടാവുക. ആ 240 ഏകദേശം ഒരു 160, 170 മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോളേജുകളിലോട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം ആക്ച്വലി DST ഇൻസ്പയർ എന്നുള്ള സ്കോളർഷിപ്പ് അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പെർ മന്ത് 5,000 ആണ് സ്കോളർഷിപ്പ് ഉണ്ടാവുക. പിന്നെ ഈ ഒരു ഇയറിന് ശേഷം, അതായത് എല്ലാ ഇയറിൻ്റെയും എൻഡിൻ്റെ സമയത്ത് 20,000 പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കോളർഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആക്ച്വലി ഇല്ല. അവിടെ പഠിക്കുന്ന അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പേഴ്സൻ്റ്, അവിടെ ഒരു മാർക്കുണ്ട്. അതായത് നമ്മൾ CGPA എന്നൊക്കെ പറയും. അത് 6 and above ഉള്ള കുട്ടികൾക്കാണ് ആക്ച്വലി സ്കോളർഷിപ്പ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ മുന്നിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞ എക്സാമിൻ്റെ പേര് മറക്കണ്ട, IAT എന്ന് പറയും. ആ എക്സാമിലൂടെ നമുക്ക് പോകാൻ പറ്റുന്ന 3 കോളേജുകളാണ് ഐസർ, നൈസർ ആൻഡ് IISc. അതിന് മിനിമം വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ +1 +2 പ്രോപ്പറായിട്ട് സയൻസ് സബ്ജക്റ്റ് എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ആ എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലപോലെ പഠിക്കുക. നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത സെക്ഷനിൽ കാണാം. അതുവരെ ബൈ.